അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ പ്രതീഷ് ചുണ്ടയുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് ഇമ ഗ്രാമീണ കലാവേദി ചെറുപുഴ പ്രിയ കലാകാരൻ പ്രതീഷ് ചുണ്ടയുടെ അനുസ്മരണം സെപ്റ്റംബർ 26 വൈകുന്നേരം 4 മണിക്ക് ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തി. സുഗതൻ മാഷ് അധ്യക്ഷതയും രാജേഷ് കരേള സ്വാഗതവും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ നാടക കലാകാരന്മാരായ കരുണാകരൻ പനങ്ങാട്, വിജേഷ് കാരി, പലേരി രാഘവൻ, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പ്രതീഷ് ചുണ്ടയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വീതുമ്പി. കഥ പറഞ്ഞു തീരും മുമ്പേ കഥാപേക്ഷനായ കൂട്ടുകാരൻ നിരിച്ചിരിക്കാതൊരു നാൾ നമ്മുടെ കരളം കുറച്ചു കടന്നു. സൗഹൃദങ്ങളുടെ നടുവിലെ നിറഞ്ഞ സ്നേഹവും കരുതലുമായിരുന്നു പ്രതീഷ്. എന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. ഇമയുടെ തുടക്കം മുതലേ അമരക്കാരൻ. എണ്ണമറ്റ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ നിറഞ്ഞ സാന്നിധ്യം. നാടിൻ്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവൻ. നമുക്ക് നഷ്ടമായത് ഒരു കഴിവ് തെളിയിച്ച കലാകാരനെ കൂടിയാണ്. നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട നമ്മുടെ കലാകാരനും അതോടൊപ്പം ഈ നാടിൻ്റെ ആകെ ജനകീയനുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് പ്രതീഷ് ചുണ്ടയുടെ അനുസ്മരണ യോഗത്തിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടകവേദിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ പരിപാടി പോലും ഇത്രത്തോളം നീട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളാരും പ്രതീഷിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേപോലത്തെ ഒരു വേദിയിൽ കഴിഞ്ഞ വർഷം ഇതേ മാസം തന്നെ ഞങ്ങളൊരു കുടുംബയോഗം നടത്തുകയുണ്ടായി. ഇമയുടെ കുടുംബാംഗങ്ങളും ഇമയെ സ്നേഹിക്കുന്നവരെല്ലാവരും ഉൾപ്പെടെ ഒരു യോഗം. ആ യോഗത്തിൽ ഇമ എങ്ങനെ ആരംഭിച്ചു എന്നും ഞാൻ പ്രതീഷിനെ പരിചയപ്പെടാനും പ്രതീഷ് വഴി സന്തോഷിനെയും കരേളനെയും രാജേഷിനെയും അങ്ങനെ ഞങ്ങളെല്ലാം ഒന്നിക്കാനും ഇമ തുടങ്ങാനും ആ തുടങ്ങിയത് മുതലുള്ള രസകരമായ പല സംഗതികളും പ്രതീഷിൻ്റെയും അങ്ങനെ ആ കൂട്ടത്തിൽ വളരെ നർമ്മത്തിലൂടെയും അല്ലാതെയും ഞങ്ങളിങ്ങനെ അയവർക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോഴും എനിക്ക് പ്രതീഷിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും എനിക്ക് പ്രതീഷിനെ കുറിച്ച് പറയാനുള്ളത് അതെല്ലാം തന്നെയാണ്. അത് മറ്റൊരു അവസ്ഥയിലൂടെയാണ് എന്നുള്ളത് അത് തീർത്തും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് പ്രതീഷ് ഇമക്ക് ഉണ്ടായത്, അത് ശരിക്കും അതൊരു ശൂന്യത ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എന്നിൽ എന്താണ് സൃഷ്ടിച്ചത് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് സത്യമാണോ? പ്രതീഷിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ചിരിച്ചുകൊണ്ട് പറയാനുണ്ട്, അവനെ കളിയാക്കിക്കൊണ്ട് പറയാനുണ്ട്. എനിക്ക് പ്രതീഷിനെ കുറിച്ച് സങ്കടത്തോടെ പറയാനൊന്നുമില്ല. പ്രതീഷിനെ സ്നേഹിച്ച ഇന്നും ഒരു ഉണങ്ങാത്ത മുറിവായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനുസ്മരണ പ്രഭാഷണം എന്നതിനപ്പുറം അനുസ്മരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സുഗണൻ മാഷ് പറഞ്ഞു വെച്ചത് ഇമയ്ക്ക് ഒരു തീരാനഷ്ടമാണ് എന്ന് പറഞ്ഞത് ഞാൻ കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ അതിനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു വലിയ നഷ്ടമാണ് പ്രൊമിസിംഗ് ആയിരുന്ന ആ ചെറുപ്പക്കാരൻ്റെ അകാല വിയോഗം. ഒരുപക്ഷെ പ്രതീഷിനെ ഏറ്റവും കൂടുതൽ പരിചയമുണ്ടായിരുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ്. പ്രതീഷിൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് പ്രതീഷിനെ അറിയാം. പ്രതീഷിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. തുടർന്ന് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. വളരെ തുറന്ന മനസ്സോടെ
കരുത്തുറ്റ വാക്കുകളോടെ വിമർശനങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിലൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പോംവഴികൾ നിർദ്ദേശിക്കുന്നതിനും എനിക്ക് ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ശിഷ്യന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ചുമതലയേറ്റ് 1-2 വർഷങ്ങൾ കഴിഞ്ഞ് 3-ാമത്തെ വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തെ പദ്ധതി രൂപീകരണം, ഞങ്ങളുടെ 3-ാമത്തത്, ഞങ്ങൾ നടത്തുന്നതിലെ 4-ാമത്തെ വർഷത്തെ പദ്ധതി രൂപീകരണ സമയത്ത് ഹിമയുടെ ഇവിടെ നടന്ന ആ നാടകവും ആ നാടകം കഴിഞ്ഞ ആ നാടകത്തിന്റെ ഒരു അവലോകന മീറ്റിംഗ് ഇവിടെ നടത്തിയിരുന്നു. എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷമായി പങ്കുവച്ചിരുന്നു. ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ, അതിൻ്റെ മികവ്, നമുക്ക് ബോധ്യപ്പെട്ട ടച്ച് ചെയ്ത കാര്യങ്ങൾ ഒക്കെയുമായി പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു സംഭാഷണത്തിന്റെ മധ്യയാണ് ഈ തിയേറ്റർ എന്ന് പറയുന്നതിന് വളക്കൂറുള്ള മണ്ണാണെങ്കിലും അതിനു വേണ്ട പ്രോത്സാഹനമൊന്നും ആരംഭിക്കേണ്ട തട്ടിൽ ആരംഭിക്കാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമൂഹമാണ് നമ്മളത്. അതുകൊണ്ടാണ് ഈ വർഷം കുട്ടികളുടെ തിയേറ്ററെന്നും വനിതകളുടെ തിയേറ്ററെന്നും 2 പരിപാടികൾ, 2 പ്രൊജക്റ്റുകൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ പിന്നിലല്ല, ആ തീരുമാനത്തിന് പിന്നിൽ ധൈര്യമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി എന്നെ പ്രാപ്തനാക്കിയത് ഒരു പ്രധാനപ്പെട്ട ആള് പ്രതീക്ഷ തന്നെയാണ്. പ്രതീഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്. ഹിമ നാടകവേദിയുടെ മിക്ക നാടകങ്ങളും കാണുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിശീലന കളരിയിലും അതുപോലെ തന്നെ നാടക ഉദ്ഘാടനത്തിനുമൊക്കെ ഹിമയുടെ ഏത് പ്രവർത്തനത്തിനും എന്നെ ഓർമ്മിച്ച് ബന്ധപ്പെട്ടവർ വിളിക്കാറുണ്ട്. അതിനാദ്യമേ തന്നെ ഞാൻ എനിക്കുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു നാടക പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നേരത്തെ സുഗതൻ മാഷ് തൻ്റെ സംസാരത്തിൽ വിങ്ങിയ മനസ്സുമായിട്ടാണ് സുഗതൻ മാഷ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. വേണ്ട ആസ്വാദകരെ നമ്മിലേക്ക് അടുപ്പിക്കാൻ, നമ്മിലേക്ക് മാത്രമല്ല സമൂഹത്തിലേക്കും സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങളിലേക്കൊക്കെ വിരചൂടുവാൻ കഴിയുന്ന ഒരു ചെറിയ കലാ വിഭാഗമാണ്. പ്രതീഷിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സങ്കടപ്പെടുന്നത് നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു പ്രതീഷ് എന്നതുകൊണ്ടാണ്. ഹിമയുടെ നാടകത്തിൽ പ്രതീഷിൻ്റെ അഭിനയം കണ്ടപ്പോൾ ഞാൻ സുഗതമാഷിന് മുൻപ് കട്ടമറിഞ്ഞാൽ കാണുന്ന അവിടെ നിന്നുള്ള നാടകം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, സുഗതമാഷ് അത് അത്ഭുതപ്പെടുത്തിയിരുന്നില്ല. ഞാനത് സുഗതമാഷുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ നല്ല ഒരു അഭിനേതാവാണ് പ്രതീഷ്. ആ പ്രതീഷിനെയാണ് നമുക്ക് ഒരു നഷ്ടമായിരിക്കുന്നത്. പ്രതീഷും ഞാനും അയൽവാസികളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ റെസിഡൻസ്, അപ്പോൾ ഞാനതിൻ്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി എന്നോട് നിർദ്ദേശിക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു നീ സെക്രട്ടറി ആവുകയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവാമെന്ന് പറഞ്ഞു. അയാളുടെ പ്രസിഡന്റ് ആയിക്കോ, ഞാൻ വൈസ് പ്രസിഡന്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ പ്രസിഡന്റായി, അവൻ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ സ്വാശ്രയ സംഘത്തിൽ, എൻ്റെ ചുണ്ടത്തട്ടമ്പല അമ്പലത്തിൽ, ഞങ്ങളുടെ പകൽ വീട്ടിൽ, ഞങ്ങളുടെ ചുണ്ട അംഗൻവാടിയിൽ, ചുണ്ട സ്കൂളിൽ, അങ്ങനെ ഒരു നാട്ടിൽ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളൊക്കെ
ഒന്നിച്ച് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് പ്രജീഷ്. ഇവിടെ സുഗതമാഷ സൂചിപ്പിച്ച പോലെ ഇമാ നാടകവേദി എന്നോട് അവൻ എപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് നാടകത്തെക്കുറിച്ചും ഇമയുടെ ഓരോ കലാകാരന്മാരെ കുറിച്ചും. അതുപോലെ തന്നെ എനിക്ക് അടുത്ത അങ്ങനെ പേഴ്സണൽ ബന്ധമില്ലെങ്കിലും ഞാൻ കണ്ടപ്പോൾ വിചാരിക്കുന്നു വിജേഷ് കാരി ആണെന്ന് അല്ലെ, വിജേഷ് കാരിയെ കുറിച്ച് നാടക സംവിധാനത്തെ കുറിച്ചൊക്കെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പ്രജീഷ് പറയുകയുണ്ടായി. ഇത്തരം ഒരു അനുസ്മരണ യോഗത്തിൽ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം പ്രതീക്ഷയുമായി വലിയ നീണ്ടകാലത്തെ ബന്ധം എനിക്കില്ല. പക്ഷെ ചെറിയ കാലത്തെ ഒരു ബന്ധമാണെങ്കിൽ പോലും അത് ദീർഘകാലത്തെ ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ഒരു പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ ചെറുപുഴ ടൗണിൽ പ്രശാന്തിന്റെ ഹോട്ടലിന്റെ സമീപത്ത് ഇല്ലെങ്കിൽ ആ ഐമാസ് ലൈറ്റിന്റെ ചുവട്ടിൽ ഏതാണ്ട് ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന നിലയുണ്ടായിരുന്നു. വൈകുന്നേരങ്ങൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ ടൗണിൽ ഞങ്ങൾ ഇങ്ങനെ സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ അവിടെ എത്തും. ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് നാടകവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ അതെല്ലാം കഴിഞ്ഞ് ടൗണിലെത്തി ഞങ്ങളെല്ലാം കണ്ട് സംസാരിച്ച് പിരിയുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആ ഇമാ നാടകവേദിയുടെ നട്ടല്ലായിരുന്നു പ്രതീക്ഷ എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. ഇപ്പൊ ഈ യോഗത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് രാജേട്ടൻ പറഞ്ഞൊരു കാര്യം പോലെ എല്ലാത്തിലും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം നിറസാന്നിധ്യമായിരുന്നു. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ കൂടുതലായി സഖാവുമായി അടുത്ത് ബന്ധപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഗ സംഘടനയുടെ ചുമതലക്കാരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വ്യത്യസ്ത ജീവിത മേഖലകളിൽ വ്യത്യസ്ത തൊഴിലിടങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ളവരാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷ എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്രസിഡന്റിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരായിരുന്നു എന്ന് ആ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റിനെ പോലെ ഒരു ജനപ്രതിനിധിക്ക്, രാജുവേട്ടനെ പോലെ ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ പ്രതീക്ഷ നിൽക്കുമ്പോൾ പ്രതീക്ഷ ഒരു രാഷ്ട്രീയക്കാരനാണ്. തൻ്റെ നാടിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അയാളൊരു പൊതുപ്രവർത്തകൻ, എന്നെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകൻ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ മുമ്പിൽ പ്രതീക്ഷ വരുമ്പോൾ അയാളൊരു മാധ്യമ സുഹൃത്തായി. ഒരു സിനിമാ പ്രവർത്തകനോട് ചോദിച്ചു നോക്കുക, അയാൾക്ക് വ്യക്തിപരമായി പ്രതീക്ഷിച്ചുള്ള ഒരു സിനിമാ പ്രവർത്തകൻ. ഇവിടെ ഇമാ നാടകവേദിയുടെ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് പ്രതീക്ഷ ആരായിരുന്നു. ഒരു നാടക പ്രവർത്തകന് പ്രതീക്ഷ ഒരു നാടക സുഹൃത്തായിരുന്നു. സൗഹൃദങ്ങളെ ഇത്രമേൽ ഹൃദയബന്ധത്തോടെ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട പ്രതീഷിന്റെ വിയോഗം ഇപ്പോഴും നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പൊതുരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും കലാരംഗത്തായാലും ഏത് മേഖലയിലെടുത്തു നോക്കിയാലും വ്യക്തിബന്ധങ്ങൾക്കുപരി കലയെ സ്നേഹിക്കുന്ന, കലാബന്ധങ്ങൾക്കുപരി വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കുന്ന, സൗഹൃദങ്ങളെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം പരിചയപ്പെട്ടവർക്കൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഊഷ്മളമായ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യമായിരുന്നു പ്രതീഷ് ചുണ്ട എന്ന കലാകാരൻ. അധികം പറഞ്ഞ് ഒരുപാട് വിന്യസിപ്പിക്കാനുള്ള ഒരു നേരമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ 40-ാം ദിവസത്തിൽ ഇത്തരം ഒരു അനുസ്മരണം നമ്മളെല്ലാവരെയും കൂടുതൽ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹമില്ലാത്ത ഈ യോഗം പോലും, അല്ലെങ്കിൽ ഈ യോഗം പോലും നമുക്ക് ഒരിക്കലും ആശയം കണ്ടു. ഇവരുടെ നമുക്ക് വ്യക്തിപരമായിട്ട് ജീക്കൂട്ടനെ. അപ്പൊ പ്രതീഷ്, ഞാനിങ്ങനെ നോക്കിപ്പോയി, പ്രതീഷ് എവിടെ പോയി? പ്രതീഷിന്റെ അനുസ്മരണ പരിപാടി എന്ന് സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞാൻ മറന്നുപോയി. കാരണം അത്രക്ക് എന്താ പറയണ്ടേ, അത്ര ആക്റ്റീവായിരുന്നു പ്രതീഷ്.
ചില ഈ ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ പറയുന്നത് പോലെ നമ്മളെയൊക്കെ ജീവിതം ഒരു നിഴല് പോലെയാണ്. വെറുപിടിച്ചും കുതിപിടിച്ചും ആവേശം കൊണ്ടും സന്തോഷം കൊണ്ടും സ്വപ്നം കൊണ്ടും നമ്മിങ്ങനെ പല വേഷങ്ങൾ ആടിക്കളിക്കുന്നു. ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ വിഡ്ഢി കഥ പോലെ. അഭിനയം കഴിഞ്ഞാൽ നമുക്ക് അണിയറയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ പോലെ പ്രതീക്ഷ വളരെ പെട്ടെന്ന് ഇങ്ങനെ ശ്രീഭൂവിലസ്ഥിര ആശാന്റെ വരികൾ നേരത്തെ മാഷ് പറഞ്ഞു. ശ്രീഭൂവിലസ്ഥിര എന്നാണ് ആശാൻ പറഞ്ഞത്. ഐശ്വര്യം ഭൂമിയിൽ അധികകാലം വാഴില്ല. ഒരു വല്ലാത്ത ഒരു പ്രവചന ശക്തിയിൽ ഒരു വാക്കുപോലെ പലയിടത്തും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ശ്രീഭൂവിലസ്ഥിര. ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമായി നിൽക്കൂല. പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഇമാ നാടകവേദിയായിട്ട് എനിക്ക് ഒരു കൊറോണ കാലം മുതലാണ് എനിക്ക് ഇമയായിട്ട് ഒരു ബന്ധം ഉണ്ടായത്. ഇമയില് ആദ്യമായിട്ട് അതിര് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ നാടകം ചെയ്യാനാണ് ആദ്യമായിട്ട് വരുന്നത്. ഏകദേശം 5-6 വർഷം അത്രേ ആയിട്ടു. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.